നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. COE കാസർഗോഡ് ജില്ലാ സമ്മേളനം 13-ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടക്കും. 150ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമരാഗ്നി യാത്രയുടെ ഭാഗമായി കാസർഗോഡ് ജനസദസ്സ് നടന്നു. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ജനങ്ങളുമായി ആശയവിനിമയം നടത്തി. ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ് വയനാട്ടിലെ ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്ന് VD സതീശൻ. കണ്ണും കാതും മനസ്സും മൂടിവെച്ചിരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും VD സതീശൻ. കാസർഗോഡിന്റെ ആരോഗ്യ മേഖലയോട് സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് K സുധാകരൻ. മെഡിക്കൽ കോളേജിന്റെയും ടാറ്റ ആശുപത്രിയുടെയും അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു രൂക്ഷ വിമർശനം. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒന്നാം പ്രതി വനം മന്ത്രിയെന്ന് T സിദ്ദീഖ്. മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് നേരിട്ട് ഇടപെടണമെന്നും T സിദ്ദീഖ്. ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ മോർട്ടൻ P മെൽഡലാണ് ഭാര്യ സമേതം എത്തിയത്. തോറ്റവും വെള്ളാട്ടവും കണ്ടായിരുന്നു മടക്കം. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടക്കും. 150ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-ന് രാവിലെ 9 മണിക്ക് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടക്കും. സംഘാടക സമിതി ചെയർമാൻ M ലോഹിതാക്ഷൻ സ്വാഗതം പറയും. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിക്കും. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ വിതരണം ചെയ്യും. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ K പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും K രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിക്കും. VV മനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിക്കും. TV മോഹനൻ, PR ജയചന്ദ്രൻ എന്നിവർ സംസാരിക്കും. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 14ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി 14ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-ന് സാംസ്കാരിക നഗരമായിട്ടുള്ള നീലേശ്വരം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബ് ആതിഥ്യമരുളുകയാണ്. COയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാധ്യനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് നമ്മുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. COയുടെ സമ്മാനാധ്യനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം COയുടെ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ നിർവഹിക്കും. സംസ്ഥാനത്തെ ചെറുകിട സംരംഭകരായ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഉന്നമനത്തിനും തൊഴിൽ സുരക്ഷിതത്വത്തിനും വേണ്ടി കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് സംഘടന നടത്തുന്നത്. കേബിൾ TV ഇന്റർനെറ്റ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം, വെല്ലുവിളികൾ, സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ, വരിക്കാർക്ക് ആകർഷകമായ പദ്ധതി തയ്യാറാക്കൽ, ക്ലസ്റ്റർ രൂപീകരണം, വൈദ്യുതി പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ കടന്നുപോകുന്നതിന് അധിക വാടക ചുമത്തുവാനുള്ള KCB നയം, പ്രാദേശിക ചാനൽ നിയന്ത്രിക്കുവാനുള്ള ട്രായ് MIB നിയമങ്ങൾ ഉൾപ്പെടെ സമ്മേളനം ചർച്ച ചെയ്യും. 150ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 12-ന് വൈകുന്നേരം കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മാർക്കറ്റിൽ സമാപിക്കുന്ന തരത്തിൽ ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടെ വിളംബര ജാഥ സംഘടിപ്പിക്കും. ജില്ലയിലെ 3 മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കും. അക്ഷരനഗരിയായിട്ടുള്ള കോഴിക്കോട് വെച്ചാണ് 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 2, 3, 4 തീയതികളിലായിട്ടാണ് കോഴിക്കോട് കടപ്പുറത്ത് വർണ്ണമനോഹരമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയും അതോടനുബന്ധിച്ച്
പ്രതിനിധി സമ്മേളനവും നടക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സന്നദ്ധ മാധ്യമ രംഗങ്ങളിലെ പ്രമുഖരാണ് ഈ 3 ദിവസങ്ങളിലായി സമ്മേളനത്തിൽ പങ്കെടുക്കുക. സംഘാടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ, ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ, ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ ടി വി മോഹനൻ, കൺവീനർ സതീഷ് കെ പാക്കം, പബ്ലിസിറ്റി ചെയർമാൻ വി മനോജ് കുമാർ, നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജു രാജ് CP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജനസദസ്സ് നടന്നു. ജനസദസ്സിൽ ജാഥ നായകരായ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ജനങ്ങളുമായി ആശയവിനിമയം നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിയുടെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജനസദസ്സ് നടന്നു. ജനസദസ്സിൽ ജാഥ നായകരായ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്നവരുമായി ആശയവിനിമയം നടത്തി. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ജനസദസ്സിൽ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന ഭരണത്തിലെ കൊള്ളരുതായ്മകൾ തുറന്നുകാട്ടുകയെന്ന ലക്ഷ്യവുമായാണ് KPCC സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുന്നത്. 30ലധികം പൊതുസമ്മേളനങ്ങൾ ജാഥയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി ജാഥ 29-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ് വയനാട്ടിലെ ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണം രൂക്ഷമാകുന്നു. വിഷയത്തിൽ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇരകൾക്ക് നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല. കണ്ണും കാതും മനസ്സും മൂടിവെച്ചിരിക്കുന്ന സർക്കാരാണിതെന്നും VD സതീശൻ കാസർഗോഡ് പറഞ്ഞു. അവിടെ 5 കടുവകളാണ് ഈ ബത്തേരി നിയോജകമണ്ഡലത്തിൽ മാത്രമുള്ളത്. ആ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ആ വിഷയം കൊണ്ടുവന്ന MLAയെ പരിഹസിക്കുന്ന രീതിയിലാണ് വനം മന്ത്രി സംസാരിച്ചത്. ഇത് ഈ ആന നേരത്തെ ഇറങ്ങിയതാണ്, അതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ്, ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയമാണ്. ഒരു ചെറുവിരൽ ഈ വനം മന്ത്രി കൂട്ടരും ഈ വകുപ്പും ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യനെ രക്ഷിക്കാൻ, മനുഷ്യനെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കുകയാണ്. വനം വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യത പോലും ഇല്ല. അദ്ദേഹം ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, രാജിവെക്കണമെന്നാണ്. ഈ വന്യജീവി സംഘർഷങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാൽ പോലും അതിനോട് യാന്ത്രികമായ മറുപടിയാണ്. ഒരു കാര്യം ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ തുകയാണ്, 6-7 മാസമായിട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല മരിച്ച ആളുകൾക്ക്. ഈ വന്യജീവി സംഘർഷത്തിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെടുന്നത്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇല്ലാതായ. കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ മേഖലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെയും ടാറ്റ ആശുപത്രിയുടെയും ഉൾപ്പെടെയുള്ള അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ സുധാകരന്റെ രൂക്ഷ വിമർശനം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് അണികളെ സജ്ജമാക്കുക എന്ന ഉദ്ദേശമാണ് സമരാഗ്നി യാത്രയ്ക്കുള്ളതെന്നും കെ സുധാകരൻ കാസർഗോഡ് പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ പൊതു ബാക്ക്വേർഡ്നെസ്, ആ ബാക്ക്വേർഡ്നെസ്സിനകത്ത് ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലായ്മ, അവഗണന ഓരോരാളുകളും എണ്ണി പറയാണ്. നമുക്കറിയാം ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടായ കാസർഗോഡ് ജില്ലയിൽ വലിയ പ്രശ്നമുണ്ടായ ഒരു ജില്ലയാണ് ഈ ജില്ല. എൻഡോസൾഫാൻ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിൽ കാസർഗോഡായിരിക്കും അതിൻ്റെ ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നത്. തലമുറ അതിൻ്റെ പ്രയാസങ്ങൾ വരികയാണ്. ഞങ്ങളൊക്കെ ട്രെയിനിൽ ചിലപ്പോൾ കുട്ടികളെ കാണാറുണ്ട്. തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ അവരുടെയൊക്കെ ഒരു വികൃതമായ ശരീരവും ആകൃതിയും പ്രകൃതിയും കാണുമ്പോൾ മനസ്സിനകത്ത് വളരെ ദുഃഖമാണ്. അതിനോടൊരു സഹതാപപൂർവ്വം പെരുമാറാൻ ഒരു ഗവൺമെൻറ് തയ്യാറില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് വന്നിരിക്കുന്ന പരാതികൾ. ചികിത്സാ രംഗത്ത് ഈ ജില്ല ഏറ്റവും പുറകോട്ടാണ്. ഒരു മെഡിക്കൽ കോളേജ്, ഉമ്മൻചാണ്ടി കൊടുത്ത മെഡിക്കൽ കോളേജ്, അത് തൊട്ട് നോക്കാൻ പോലും ഇടതുപക്ഷ സർക്കാർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയോട് ആരോഗ്യ രംഗത്ത് ഒരു സർക്കാർ കാണിക്കുന്ന അവഗണനയോ നെറുകെട്ട ഒരു നയവുമല്ലേ എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമുണ്ടോ? അതുപോലെ തന്നെ 50 കോടി രൂപ ഇവിടെ ഒരു ആശുപത്രിക്ക് വേണ്ടി ടാറ്റ നീക്കി വെച്ചിട്ട് അതിന് തുടക്കം കുറിച്ചിട്ട് അതിന് ഒന്ന് കൊണ്ടുവരാനും അത് പൂർത്തീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവൊന്നും വേണ്ട.
ടാറ്റയുടെ ഖജനാവിൽ നിന്ന് വന്ന പൈസയാണ്. ആ പൈസ പോലും ഈ ജില്ലയുടെ ഒരു ഗുണകരമായ ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു താല്പര്യം കാണിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് സത്യത്തിൽ ഈ കേരളത്തിലുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം. ഒന്നാം പ്രതി വനം മന്ത്രിയെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് T. സിദ്ദീഖ് MLA. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പരാജയമെന്നും വയനാട്ടിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും സിദ്ദീഖ് ആരോപിച്ചു. വയനാട്ടിലെ സാമൂഹിക ജീവിതം വന്യജീവി ശല്യം മൂലം തകർന്നതായും മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് നേരിട്ട് ഇടപെടണമെന്നും T. സിദ്ദീഖ് കാസർഗോഡ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി ഗൗരവമായി പറയാൻ, വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വയനാട്ടിലെ സാമൂഹ്യ ജീവിതത്തെ വന്യമൃഗശല്യം തകർത്തിരിക്കുക. വയനാട്ടിൽ 6 മണി കഴിഞ്ഞാൽ രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ 8-9 മണി വരെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഉൾഭാഗത്തുള്ളതായിരിക്കുന്ന ആളുകൾ മാത്രമല്ല, നഗരപ്രദേശങ്ങളിൽ വരെ കാട്ടാനയുടെയും കടുവയുടെയും കാട്ടാനയുടെയും കരടി, പുലി, അതുപോലെ കുരങ്ങ് തുടങ്ങി, കരടി തുടങ്ങി, പന്നി തുടങ്ങി എല്ലാ കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും നാട്ടിൽ വിഹരിക്കുകയാണ്. ഇതിലൊരു കാര്യം പറയുന്നു, സർക്കാരിൻ്റെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ കാര്യത്തിലുണ്ട്. റേഡിയോ കോളർ ധരിപ്പിച്ചതായ ആനയാണ് ഇന്നത്തെ ആക്രമണത്തിൻ്റെ പുറകിൽ. മുമ്പത്തെ മാനന്തവാടി ടൗണിൽ ഇറങ്ങിയത്, ബത്തേരി ടൗണിൽ ഇറങ്ങിയത്, ഇന്നത്തെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്, ഇതിലേറിയ പങ്കും ആലോചിക്കണം റേഡിയോ കോളർ ധരിപ്പിച്ചതാണ്. അപ്പോൾ റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ട്രാക്കിംഗ് ഉണ്ടാവണം. ആ ട്രാക്കിംഗ് നിയന്ത്രിക്കേണ്ടത് വനംവകുപ്പാണ്. അതിന് പ്രതിരോധിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിക്കണം. ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവന് വയനാട്ടിൽ ഒരു വിലയുമില്ലാതെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ ഒരു രക്ഷയുമില്ലാതെ മരണത്തിന് കീഴടങ്ങുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രതി വനം വകുപ്പാണ്. അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ്. വയനാടിൻ്റെ സാമൂഹ്യ ജീവിതത്തെ തകർത്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഈ ദുഃഖകരമായ സാഹചര്യത്തെ വിരാമമിടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾക്കുള്ള നടപടികൾ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടന്നുവരുന്ന ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നൊബേൽ സമ്മാന ജേതാവ് ഡെൻമാർക്കിലെ പ്രൊഫസർ മോർട്ടൽ P. മെൽഡലും ഭാര്യ ആഫ്രിക്കൻ വംശജയായ ഫാസിഡു സെൻ ഹിലാരിയും മഹോത്സവത്തിലെ തോറ്റവും വെള്ളാട്ടവും കണ്ട ഇരുവരും പെരുങ്കളിയാട്ട നഗരിയിലെ കാഴ്ചകളും ചുറ്റിക്കണ്ടു. പെരുങ്കളിയാട്ടം നടന്നുവരുന്ന ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നോബൽ സമ്മാന ജേതാവ് ഡെൻമാർക്കിലെ പ്രൊഫസർ മോർട്ടൻ D. മെൽഡലും ഭാര്യ ആഫ്രിക്കൻ വംശജയായ ഫാസിഡു സെൻ ഹിലാരിയും എത്തിയത് മനോഹര കാഴ്ചയായി. പെരുങ്കളിയാട്ട വേദിയിലെ മീഡിയ റൂമിൽ ഇരുവർക്കും ഊഷ്മള സ്വീകരണം നൽകി. ഡെൻമാർക്കിൽ പരമ്പരാഗത ഉത്സവമില്ലെന്ന് മെൽഡൻ അഭിപ്രായപ്പെട്ടപ്പോൾ ആഫ്രിക്കയിൽ ഇത്തരം ഉത്സവാഘോഷങ്ങൾ ഉണ്ടെന്ന് ഭാര്യ ഫാസിഡു സെൻ ഹിലാരി പറഞ്ഞു. ദൈവത്തിന്റെ നാടെന്നതിന്റെ പൊരുളെന്തെന്ന് ഈ മെഗാ ഫെസ്റ്റിവലിൽ നിന്നും അറിയുന്നുവെന്നും ഇരുവരും പറഞ്ഞു. തങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിൽ ഇരുവരും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. 2022 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ പ്രൊഫസർ മോർട്ടൽ P. മെൽഡൽ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യപ്രഭാഷണം നടത്തുവാൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെത്തിയതായിരുന്നു. ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിന് പ്രൊഫസർ മോർട്ടൽ P. മെൽഡലിന്റെ കണ്ടുപിടുത്തങ്ങൾ വലിയ രീതിയിൽ സഹായകരമായിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയിലും പ്രൊഫസറായിരുന്നു ഇദ്ദേഹം. മഹോത്സവത്തിന്റെ തോറ്റവും വെള്ളാട്ടവും കണ്ട പ്രൊഫസർ മോർട്ടൽ P. മെൽഡലും ഭാര്യ ഫാസിഡു സെൻ ഹിലാരിയും പെരുങ്കളിയാട്ടം നഗരയിലെ കാഴ്ചകളും ചുറ്റിക്കണ്ടു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് ഒരു ദിവസം എത്തിയത് 1 ലക്ഷത്തോളം പേർ. ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിൽ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാൻ രാപ്പകൽ ഭേദമന്യേ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് ഒരു ദിവസം എത്തിയത് 1 ലക്ഷത്തോളം പേർ. വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ ഭക്തജനങ്ങളാണ് എത്തിയത്. ഉച്ചയ്ക്കും രാത്രിയിലുമായി ഏതാണ്ട് 75,000-ലധികം പേർക്ക് അന്നദാനം നടന്നു വരുന്നുണ്ട്. ക്ഷേത്രത്തിനനുബന്ധമായി ഒരുക്കിയ ഭക്ഷണശാലയും കലവറ ബാല്യക്കാരുടെ നേതൃത്വത്തിൽ രാപ്പകൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന നാട്ടൊരുമ സാംസ്കാരിക പരിപാടി പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. മുച്ചിലോട്ട് ചന്തേര ഭഗവതി ക്ഷേത്രത്തിലെ ഈ കളിയാട്ട മഹോത്സവത്തിൽ എല്ലാ വിഭാഗം ആളുകളോടും ഇതാ ഇവിടെ ലൈൻ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന ഇന്നലത്തെ നാളത്തെ കാഴ്ചകളിൽ നൽകുന്ന സന്ദേശം ബെസ്റ്റ് റിലേഷൻഷിപ്പിൽ മാത്രമേ ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന്
അതല്ലെങ്കിൽ ഒരു ജാതിക്ക്, അതല്ലെങ്കിൽ ഒരു കുടുംബത്തിന്, അതല്ലെങ്കിൽ ഒരു നാട്ടിലെ എല്ലാ കൂട്ടായ്മകൾക്കും നിലനിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളിലൂടെ മാത്രമാണ്. MV കോമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ മുഖ്യാതിഥിയായിരുന്നു. നീലേശ്വരം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ P ഭാർഗവി, ദേവസ്വം കമ്മിറ്റി സെക്രട്ടറി A ഗംഗാധരൻ, വളണ്ടിയർ കമ്മിറ്റി കൺവീനർ KV സുരേഷ് കുമാർ, MTP അബ്ദുൽ കരീം, VV കൃഷ്ണൻ, TV വിജയൻ, VK ഹനീഫ ഹാജി, രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാലിക്കറ്റ് മില്ലേനിയം അവതരിപ്പിച്ച മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി. ഞായറാഴ്ച രാത്രി പ്രധാന ആരാധനാമൂർത്തിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ മുടിയടിക്കുന്നതോടെ പെരുങ്കളിയാട്ടം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാഷ്ട്രീയ ജനതാദൾ രൂപപ്പെട്ട ശേഷം ജില്ലയിലെ ആദ്യ പ്രവർത്തക സമ്മേളനം 12-ന് തൃക്കരിപ്പൂരിൽ നടക്കും. നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത്, മുനിസിപ്പൽ തല ഭാരവാഹികൾ ഉൾപ്പെടെ സജീവ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് നടക്കുന്ന തൃക്കരിപ്പൂർ മണ്ഡലം പ്രവർത്തക സമ്മേളനം RJD സംസ്ഥാന സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിയോജക മണ്ഡലം പ്രവർത്തക സമ്മേളനം പുരോഗമിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ആദ്യ സമ്മേളനമാണ് തൃക്കരിപ്പൂരിലേത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനവും നടക്കും. 12-ന് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതിയിലെ P കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടക്കുന്ന പ്രവർത്തക സമ്മേളനം HMS ദേശീയ സമിതി അംഗവും RJD സംസ്ഥാന സെക്രട്ടറിയുമായ മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, മഹിളാ ജനതാ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, RJD ജില്ലാ സെക്രട്ടറിമാരായ EV ഗണേശൻ, അലി കുമ്പള, മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് T അജിത തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കും. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. സംഘടനാ പ്രവർത്തനം സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് RJD രൂപീകരിച്ചതിന് ശേഷം സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12/2/2024 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതി P കോരൻ മാസ്റ്റർ ഹാളിൽ വെച്ച് നടക്കുകയാണ്. പരിപാടി HMS ദേശീയ സമിതി അംഗവും പ്രമുഖ സോഷ്യലിസ്റ്റ് RJD സംസ്ഥാന സെക്രട്ടറി ആണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ, സെക്രട്ടറിമാരായ VV വിജയൻ, C ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ N പത്മനാഭൻ, ട്രഷറർ KV രഘുത്തമൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രതിഷേധത്തിലേക്ക്. രജിസ്ട്രേഷൻ നടപടി 2016 ശേഷമുള്ളത് ഉടൻ ആരംഭിക്കുക, സ്ഥാനികരുടെ സഹായത്തിന് ബഡ്ജറ്റിൽ തുക വകയിരുത്തുക, പ്രതിമാസം 5000 രൂപ സാമ്പത്തിക സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 12-ന് നീലേശ്വരം ദേവസ്വം ബോർഡ് ഓഫീസിൽ ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻകാലങ്ങളിൽ ഓരോ ആചാരസ്ഥാനികർക്കും അവരവരുടെ തറവാട്ട് വകയായുള്ള വസ്തുവകകൾ കൈകാര്യം ചെയ്യുവാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിത ദൈന്യത അവർ അനുഭവിക്കുമായിരുന്നില്ലെന്നും, എന്നാൽ ഇന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി അണുകുടുംബത്തിലെത്തി നിൽക്കുമ്പോൾ സ്ഥാനികർക്ക് നിത്യനിദാന ചെലവുകൾക്ക് ദൈന്യത ഏറി വരികയാണെന്നും ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ ബജറ്റിൽ തുക ഉൾക്കൊള്ളിക്കാറുണ്ടെന്നും ആചാരസ്ഥാനികരെ അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് 2016 ശേഷം സ്ഥാനികരുടെ രജിസ്ട്രേഷൻ നടത്താത്തതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. 2016 ശേഷമുള്ള രജിസ്ട്രേഷൻ നടപടി ഉടൻ ആരംഭിക്കുക, സ്ഥാനികരുടെ സഹായത്തിന് ബഡ്ജറ്റിൽ തുക വകയിരുത്തുക, പ്രതിമാസം 5000 രൂപ സാമ്പത്തിക സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാസം 12-ന് നീലേശ്വരം ദേവസ്വം ബോർഡ് ഓഫീസിൽ ധർണാസമരം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാജൻ പെരിയ, ജനറൽ സെക്രട്ടറി K നാരായണൻ, കുഞ്ഞിക്കണ്ണൻ R, നാരായണൻ A, പ്രശാന്തൻ TV എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൈക്കം മണവാട്ടി BV മഖാം ഉറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹാജി PM മുഹമ്മദ് കുഞ്ഞി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. വർഷാവർഷം കഴിച്ചു വരാറുള്ള പൈക്കം മണവാട്ടി BV മഖാം ഉറൂസിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. പൈക്കം ജമാഅത്ത് ഖാസി അസയ്യിദ് മുഹമ്മദ് മദനി തങ്ങളുടെ കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹാജി PM മുഹമ്മദ് കുഞ്ഞി അവർകൾ പതാക ഉയർത്തി. ചടങ്ങിൽ ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ ഖാലിദ് ഹാജി കൊയർകൊച്ചി, ട്രഷറർ JP അബ്ദുല്ല, വർക്കിംഗ് കൺവീനർ റഹീം ജിമ്മു, കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ്, ഷെരീഫ് പൈക്ക, അഷ്റഫ്,
ഇബ്രാഹിം കുഞ്ഞിപ്പാറ, ബക്കർ പൈക്ക, ഹനീഫ് കരിങ്ങാപ്പള്ളം, BK ബഷീർ, OP ഹനീഫ, നൂറുദ്ദീൻ, നവാസ് കല്ലായം, ഇബ്രാഹിം കൊയർകൊച്ചി, അബൂബക്കർ കുഞ്ഞിപ്പാറ, ഷെരീഫ് BT എടുക്ക, റാഷിദ് ബാവ, ഖാദർ കുണ്ടിൽ, റഫീഖ് ബാവ, ഹമീദ് ഹാജി, കുഞ്ഞാമു ഹാജി, അബ്ദുല്ല ചാണ്ടിമൂല, റഷീഖ് ബാവ, മിസ്ബാഹ് പൈക്ക എന്നിവർ സംബന്ധിച്ചു. 19 വരെ നടക്കുന്ന ഉറൂസിന്റെ ഭാഗമായി പ്രമുഖ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് കേരള സംസ്ഥാനതല രാമാനുജൻ പേപ്പർ അവതരണത്തിൽ 1ാം സ്ഥാനം നേടി അപർണ P. മഞ്ചേശ്വരം SAT സ്കൂൾ 10ാം തരം വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. രാമാനുജൻ പേപ്പർ അവതരണത്തിൽ സംസ്ഥാന തലത്തിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി മഞ്ചേശ്വരം SAT സ്കൂൾ വിദ്യാർത്ഥിനി അപർണ P. മഞ്ചേശ്വരത്തിന് വീണ്ടും അഭിമാനമായി. ഇതേ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ പൂർണ്ണയ്യ പൗരാണികയുടെയും LP വിഭാഗത്തിൽ അധ്യാപികയായ ബീനയുടെയും മൂത്ത മകളാണ് അപർണ. മഞ്ചേശ്വരം SAT ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപർണ ശാസ്ത്രീയ സംഗീതം, ഗാനാലാപനം, കഥകളി സംഗീതം, ഗണിതം, ശാസ്ത്രം, ക്വിസ് എന്നിവയിലെല്ലാം മികവ് തെളിയിച്ചിട്ടുണ്ട്. ಮೊನ್ನೆ ಫೆಬ್ರವರಿ 4ರಂದು ನಡೆದ ಶ್ರೀನಿವಾಸ ರಾಮಾನುಜನ್ ಪೇಪರ್ ಪ್ರೆಸೆಂಟೇಷನ್ನಲ್ಲಿ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯನ್ನು ಪ್ರತಿನಿಧಿಸಿ ನನಗೆ ಸ್ಟೇಟಿನಲ್ಲಿ ಪ್ರಥಮ ಸ್ಥಾನ ಲಭಿಸಿದೆ. ಇದರಿಂದ ನನಗೆ ತುಂಬ ಸಂತೋಷವಾಗ್ತಾ ಇದೆ. ಇದರ ಹಿಂದೆ ನನಗೆ ಪ್ರೋತ್ಸಾಹಿಸಿದಂಥ ನಮ್ಮ ಕ್ಲಾಸ್ ಟೀಚರ್ ಹಾಗೂ ಮ್ಯಾಥ್ಸ್ ಸರ್ ಆದ ಶ್ರೀ ನಾಗೇಶ್ ಸರ್ ಹಾಗೂ ಇತರ ಟೀಚರ್ಗಳಿಗೆ ನಾನು ನನ್ನ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ മികച്ച പരിജ്ഞാനമുള്ള ഈ മിടുക്കി സംസ്ഥാന തലത്തിൽ ഇംഗ്ലീഷ് കഥാരചനയിലും കഥകളി സംഗീതത്തിലും A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. AGI വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരള പോലീസും സംയുക്തമായി ലഹരിവിരുദ്ധ ഫുട്ബോൾ ക്യാമ്പയിൻ സീസൺ 2 ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. AGI ജനറൽ സെക്രട്ടറി അബ്ദുള്ള മാളിക ഉദ്ഘാടനം ചെയ്തു. AGI ഇംഗ്ലീഷ് സ്കൂൾ, AGI AUP സ്കൂൾ, AGI തഹാനി ഇംഗ്ലീഷ് സ്കൂൾ എന്നീ സ്കൂളുകളുടെയും കേരള പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സീസൺ 2 ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. AGI ജനറൽ സെക്രട്ടറി അബ്ദുള്ള മാളിക ഉദ്ഘാടനം ചെയ്തു. AGI ഇംഗ്ലീഷ് സ്കൂൾ മാനേജർ അബ്ദുൽ ഖാദർ പാറ സ്വാഗതവും AGI സംഘം വൈസ് പ്രസിഡന്റ് PM സലീം അധ്യക്ഷതയും വഹിച്ചു. മഞ്ചേശ്വരം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നിഖിൽ KK മുഖ്യാതിഥിയായിരുന്നു. AGI സംഘം കമ്മിറ്റി ഭാരവാഹികൾ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് വിജയികളായ കേരള പോലീസ്, AGI ഇംഗ്ലീഷ് സ്കൂൾ, AGI AUP സ്കൂൾ എന്നീ ടീമുകൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ മനസ്സിലാക്കുവാൻ നേരിട്ട് സന്ദർശനം നടത്തിയത് കുരുന്നുകൾക്ക് നവ്യാനുഭവമായി. 50ഓളം കുട്ടികളാണ് മേൽപ്പറമ്പുള്ള കളനാട് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചത്. 155 വർഷത്തെ പാരമ്പര്യത്തിന്റെയും മികവോടുകൂടി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ സേവനങ്ങളുമായി രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഉണ്ടെങ്കിലും പുതിയ തലമുറയ്ക്ക് പോസ്റ്റ് ഓഫീസ് അത്ര പരിചയമില്ലാത്തതാണ്. ഈ സാഹചര്യത്തിലാണ് ബില്യാർഡ്സ് ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂളിലെ കുട്ടികൾ പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ മനസ്സിലാക്കുവാൻ നേരിട്ട് സന്ദർശനം നടത്തിയത്. 50ഓളം കുട്ടികൾ മേൽപ്പറമ്പുള്ള കളനാട് പോസ്റ്റ് ഓഫീസാണ് സന്ദർശിച്ചത്. തപാൽ അധിഷ്ഠിത സേവനങ്ങൾ, ധനകാര്യ സേവനങ്ങൾ, ബിസിനസ് പോസ്റ്റ്, ബിൽമെയിൽ, ഡയറക്ട് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, മറ്റിതര സേവനങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവസരം കുട്ടികൾക്ക് ഇതുവഴി ലഭിച്ചു. പണ്ടുകാലത്ത് കത്ത് അതുപോലുള്ള മറ്റ് സേവനങ്ങൾ തപാൽ ഓഫീസുകളിൽ എങ്ങനെയായിരുന്നു നടന്നതെന്ന് കുട്ടികൾ ചോദിച്ചറിഞ്ഞു. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും തപാൽ സേവനങ്ങളുടെ ഗൃഹാതുരത്വം എന്നും ഒരു പ്രത്യേക അനുഭവമായിരിക്കുമെന്ന് പോസ്റ്റ് ഓഫീസ് സന്ദർശനത്തിലൂടെ കുട്ടികൾക്ക് മനസ്സിലായി. സ്കൂൾ MD ഡോക്ടർ സഫ്വാൻ, പ്രിൻസിപ്പൽ പ്രവിരാജ്, HOD രാധാകൃഷ്ണൻ, അധ്യാപികമാരായ സവിത, ആശ, സൗമ്യക്കുട്ടി എന്നിവർ കുട്ടികളെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തപസ്യ കലാസാഹിത്യവേദി 48ാമത് സംസ്ഥാന വാർഷികാഘോഷങ്ങൾക്ക് കാഞ്ഞങ്ങാട് നെല്ലിത്തറ പൂങ്കാവനം സഭാമണ്ഡപത്തിൽ വർണ്ണാഭമായ തുടക്കം. സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് പതാക ഉയർത്തി. കേന്ദ്ര സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖി ഓൺലൈനിലൂടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നെല്ലിത്തറ പൂങ്കാവനം സഭാമണ്ഡപത്തിൽ തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് പതാക ഉയർത്തിയതോടെയാണ് 48ാമത് സംസ്ഥാന വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. കേന്ദ്ര സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖി ഓൺലൈനിലൂടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായി. വിഷ്ണു ഭട്ട് വെള്ളിക്കൂത്ത് സ്വാഗതഗാനവും ശ്രീനിധി K ഭട്ട് നന്ദിഗീതവും അവതരിപ്പിച്ചു.
തെയ്യം കലാചാര്യൻ പത്മശ്രീ EP നാരായണ പെരുവണ്ണൻ, പ്രശസ്ത നർത്തകി ഡോക്ടർ കൃപ ഫഡ്കെ എന്നിവർ മുഖ്യാതിഥികളായി. കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ MV നടേശൻ സ്മരണിക പ്രകാശനം ചെയ്തു. ചിന്മയ മിഷൻ കേരള റീജിയണൽ തലവൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പുരക്കളി ആചാര്യൻ P ദാമോദര പണിക്കർ, തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കല്ലറ അജിയൻ, സംസ്കാർ ഭാരതി അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ K ലക്ഷ്മി നാരായണൻ, സ്വാഗത സംഘം രക്ഷാധികാരി K ദാമോദരൻ ആർക്കിടെക്ട്, ജില്ലാ പ്രസിഡന്റ് K ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി MV ശൈലേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഈ വർഷത്തെ ദുർഗാദത്ത പുരസ്കാരം യദുകൃഷ്ണന് ഗാനരചയിതാവ് KS കുണ്ടൂർ സമ്മാനിച്ചു. തപസ്യ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ദുർഗാദത്ത് അനുസ്മരണം നടത്തി. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കല്ലറ അജിയൻ അധ്യക്ഷനായി. PM മഹേഷ് സ്വാഗതവും PG ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. നീലേശ്വരം ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചമദ്ദള കേളി സദസ്സിനെ ഹൃദ്യമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ആറങ്ങാടി പറമ്പത്ത് മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ CH അബ്ദുൽ ഹമീദ് ഹാജി പതാക ഉയർത്തി. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ആറങ്ങാടി പറമ്പത്ത് മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ CH അബ്ദുൽ ഹമീദ് ഹാജി പതാക ഉയർത്തി. തുടർന്ന് നടത്തിയ ഉദ്ഘാടന സമ്മേളനം സമസ്ത സംസ്ഥാന അധ്യക്ഷനും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആറങ്ങാടി ജമാഅത്ത് പ്രസിഡന്റ് EK അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ആറങ്ങാടി ഖത്തീബ് നൌഫൽ ബാഗവി ചിത്താരി, സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, MP അബ്ദുൽ അസീസ്, ഷെരീഫ് കടവത്ത്, BK അബ്ദുറഹ്മാൻ, MA അബ്ദുള്ള കുഞ്ഞി, അഷ്റഫ് ഫൈസി, റയീസ് റിഗ്, മിദ്ലാജ്, ഹാഷിം കക്കാട്ട്, അസീബ് PV എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഇർഷാദ് അസ്ഹരി പറമ്പിൽ പീടിക മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. ആറങ്ങാടി ജമാഅത്ത് ജനറൽ സെക്രട്ടറി MK അഷ്റഫ് സ്വാഗതവും M ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ പഞ്ചായത്ത് തല ഭിന്നശേഷി കലാമേള മാവുങ്കാൽ ആനന്ദാശ്രമം IMA ഹാളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര IAS ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒത്തുകൂടാം ചേർന്ന് നിൽക്കാം എന്ന ശീർഷകത്തോടെ അജാനൂർ പഞ്ചായത്ത് തല ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. മാവുങ്കാൽ ആനന്ദാശ്രമം IMA ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനകരി IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, വാർഡ് അംഗങ്ങളായ M ബാലകൃഷ്ണൻ, KV ലക്ഷ്മി, MV മധു, ശ്രീദേവി KR എന്നിവർ സംസാരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് സ്വാഗതവും ICDS സൂപ്പർവൈസർ ഗ്രീഷ്മ TM നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. COE കാസർഗോഡ് ജില്ലാ സമ്മേളനം 13-ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടക്കും. 150ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമരാഗ്നി യാത്രയുടെ ഭാഗമായി കാസർഗോഡ് ജനസദസ്സ് നടന്നു. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ജനങ്ങളുമായി ആശയവിനിമയം നടത്തി. ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ് വയനാട്ടിലെ ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്ന് VD സതീശൻ. കണ്ണും കാതും മനസ്സും മൂടിവെച്ചിരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും VD സതീശൻ. കാസർഗോഡിന്റെ ആരോഗ്യ മേഖലയോട് സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് K സുധാകരൻ. മെഡിക്കൽ കോളേജിന്റെയും ടാറ്റ ആശുപത്രിയുടെയും അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു രൂക്ഷ വിമർശനം. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ 1-ാം പ്രതി വനം മന്ത്രിയെന്ന് T സിദ്ദീഖ്. മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് നേരിട്ട് ഇടപെടണമെന്നും T സിദ്ദീഖ്. ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ മോർട്ടൻ P മെൽഡലാണ് ഭാര്യ സമേതം എത്തിയത്. തോറ്റവും വെള്ളാട്ടവും കണ്ടായിരുന്നു മടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.